സാറേ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയന് കണ്ടകശനിയാണ് എന്നാണ് തോന്നുന്നത് ജ്യോതിഷ വിധി പ്രകാരം. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇപ്പം അരയിൽ കിടക്കുന്ന അരഞ്ഞാണം വരെ ഈ ശനിദോഷം വരുമ്പോൾ നമുക്ക് പാമ്പായി മാറും എന്ന് പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനോട് ഒപ്പം നിന്നിരുന്നു എന്ന് പറയുന്ന പല ആളുകളും പിണറായി വിജയനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് കുറേ കാലങ്ങളായി നാം കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് നിയമസഭയിൽ KN ബാലഗോപാൽ പിണറായി വിജയനോട് പറഞ്ഞ കാര്യമാണ്. എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞുകൂടെ? സാധാരണഗതിയിൽ പിണറായി വിജയനോട് തിരുവായില്ലാത്ത നേതാവെന്ന രീതിയിൽ ഒരു കാരണവശാലും ആരും അങ്ങനെ പറയാൻ ധൈര്യപ്പെടാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിയമസഭയ്ക്കകത്ത് സ്പീക്കർ ഇടപെട്ടു. അതെ, സ്പീക്കർ തിരുവഞ്ചൂർ ഇടപെട്ടു. ഇത്രത്തോളം സീനിയറായ 2 തവണ CPM-ൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളോട് അത്തരത്തിൽ ബഹുമാനമില്ലാതെ പെരുമാറാൻ പാടില്ല എന്ന് സ്പീക്കർ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ നിയമസഭയിൽ പിണറായി വിജയൻ എന്ന നേതാവിനോട് അത്തരത്തിൽ കയർത്ത് സംസാരിക്കാൻ KN ബാലഗോപാലിന് എവിടെ നിന്നാണ് ഈ ഊർജം ഉണ്ടായത്, ഈ ധൈര്യം കിട്ടി? ഇതെല്ലാം ഒരു ചെയിനായിട്ട് കാണണം. അതെ, അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിലെ ചില റോഡുകളെ കുറിച്ചുണ്ട്, പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച്. റോഡുകൾ സഞ്ചാരയോഗ്യമല്ല കഴിഞ്ഞ 6 മാസമായി. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതെടുത്ത് പറഞ്ഞിരിക്കുക, ഹെഡ്ലൈനായിട്ട് പറഞ്ഞിരിക്കുക. കഴിഞ്ഞ 6 മാസമായി സഞ്ചാരയോഗ്യമല്ല, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡിന്റെ ശോച്യാവസ്ഥയാണ് അവർ പറഞ്ഞു വരുന്നത്. പറഞ്ഞു വരുമ്പോൾ 6 മാസക്കാലമായി സഞ്ചാരയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ആ വടി നീളുന്നത് പിണറായി വിജയന്റെ നേർക്കാണ്. അതെ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ വകുപ്പിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അവിടെ ഈ ദേശാഭിമാനി പോലുള്ളൊരു പത്രത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ തീർച്ചയായും VD സതീശൻ സർക്കാരിന് നേർക്കുള്ളൊരു അമ്പാണതെന്നുണ്ടെങ്കിൽ VD സതീശൻ സർക്കാർ നിലവിൽ വന്നിട്ട് 100 ദിവസം ആവുന്നേ ഉള്ളൂ, അതായത് 3 മാസം പിന്നിടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ VD സതീശൻ ഉന്നം വെച്ചുകൊണ്ട് ഈ വന്ന അമ്പ് പിണറായി വിജയൻ്റെ നെഞ്ചിലാണ് തറച്ചിരിക്കുന്നത്. അത് മുൻപ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമ്പോൾ പോത്തിന് ചാരി എരുമയ്ക്കിട്ടടിക്കുന്ന ഒരു പണിയായി പോയി എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ദേശാഭിമാനി ഇത്തരത്തിൽ പറയുന്നു. KN ബാലഗോപാൽ നിയമസഭയിൽ പിണറായി വിജയനെ തുണി ഉരിഞ്ഞ് നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഈ ഘടകകക്ഷിയായ CPIയുടെ പ്രധാന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന C ദിവാകരൻ തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പിണറായി വിജയൻ അധികാരം എന്നുള്ള രീതിയിൽ അതെ. അപ്പൊ അത്തരത്തിലൊക്കെ ഒരു സംസാരഗതി വരുമ്പോൾ തീർച്ചയായും പിണറായി വിജയന് എതിരെ CPIക്ക് അകത്തു നിന്നും CPM-നകത്തു നിന്നുമൊക്കെ ഒരു പ്രതിലോമ ശക്തികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, CPM-നകത്ത് ഒരു മുൻ ധാരണകളാണ്. അത് വായുവിൽ നിൽക്കുന്ന ധാരണകളായിരിക്കും പലതും. കാരണം എപ്പോഴാണ് ജീവൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ആ ധാരണകൾ രൂപപ്പെട്ട് വരുന്നുണ്ട് പിണറായിക്കെതിരായിട്ടല്ല, പിണറായിയുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. നമ്മൾ പിണറായി വ്യക്തിപരമായിട്ട് വിട്ടാക്കാം, അഴിമതി പിന്നെ എല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരാനുള്ളത്. ഈ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആരെയും മൈൻഡ് ചെയ്യാത്ത, പത്രക്കാരെ മൈൻഡ് ചെയ്യാത്ത, വൈസ് ചാൻസലർമാരെ മൈൻഡ് ചെയ്യാത്ത, മറ്റ് പാർട്ടിക്കാരെ മൈൻഡ് ചെയ്യാത്ത P. ശശി അല്ലെങ്കിൽ ശിവശങ്കർ ഇങ്ങനെയുള്ളവർ പറയുന്ന ടിഷ്യൂ പേപ്പർ നോക്കി ഒപ്പിടാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അവ എതിരായിട്ട് സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ തൻ്റെ പാർട്ടിയിൽ എതിരില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരും തന്നെ എതിർക്കരുന്നൊരു ധാരണ എങ്ങനെ മനസ്സിലുണ്ടായിപ്പോയി. CPM-ൽ നിന്ന് എതിർപ്പുണ്ടാകാത്തത് കൊണ്ട് മറ്റാരും തന്നെ എതിർക്കരുത്, CPI-കാർ പോലും മിണ്ടരുത്, മുന്നണിയിലാരും മിണ്ടരുത്, ആ ഒരു ധാരണ വളർത്തിയെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇന്ന് എപ്പോഴറിയുന്നില്ല, നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, നമ്മളൊരാളെ നിന്ദിക്കുകയാണെങ്കിൽ, അപഹസിക്കുകയാണെങ്കിൽ, നമ്മൾ അപഹസിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാര്യം തീർന്നു, അത് വായുവിലങ്ങ് ഒലിച്ചു പോകും, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുള്ളൂ. മറിച്ച് അപഹസിക്കൽ അനുഭവിക്കുന്ന, ചവിട്ടിത്തേക്കൽ അനുഭവിക്കുന്നവൻ്റെ മനസ്സിൽ അവനത് അവൻ്റെ പക പാറയിൽ കരിമ്പാറയിൽ എഴുതിയിടുന്നത്. ആ പക പിണറായി വിജയനോടുള്ള ഒത്തിരി ആൾക്കാർ CPM-ലുണ്ട്, CPI-യിലുണ്ട്, പൊതുജനമുണ്ട്. ഇപ്പോൾ ഇന്ന് മൂന്നൻ്റെ കണ്ടോ, ബുദ്ധിജീവി മൂന്നൻ നമ്പർ 1 ബുദ്ധിജീവിയായിരുന്നു പിണറായി സഹായിച്ചത്. മൂന്നൻ ഇപ്പോൾ എതിര് പറഞ്ഞു തുടങ്ങുന്നത്, പിണറായിക്കെതിരെ സംസാരിക്കുന്നു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും പിണറായി വിജയൻ്റെ മുമ്പിൽ താങ്കൾ പറഞ്ഞ പോലെ ശനിദശ ഇങ്ങനെ വിടാതെ കൂടിയിരിക്കുകയാണ്. എന്ത് രക്ഷപ്പെടാൻ പറ്റും, ഏത് മാർഗം നടത്താൻ പറ്റും? അല്ല സാർ, നമ്മൾ മനസ്സിലാക്കുന്നത് CPM-നകത്ത് ഇങ്ങനെ ഒരു പ്രക്രിയ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി.
അത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് പൂർണ്ണമായി. കാരണം ഈ പാർട്ടിയുടെ ഇത്രത്തോളമുള്ള തകർച്ചയ്ക്കും ജനകീയ അടിത്തറ തകർന്നതിൻ്റെ പിന്നിൽ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അടങ്ങുന്ന കുറച്ച് പ്രവൃത്തികളാണ് എന്നുള്ള തരത്തിലേക്ക് സാധാരണക്കാരായ അത് യാഥാർത്ഥ്യബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന രീതിയിൽ തന്നെയാണ് ആ പൾസ് മനസ്സിലാക്കിയിട്ടെന്നോണോ ആണ് ഇപ്പോൾ കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ ഈ CPIയിലെ ദിവാകരനും എല്ലാം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന എം മുകുന്ദനും അതുപോലെ നേരത്തെ സച്ചിദാനന്ദൻ നേരത്തെ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരമുള്ള ആളുകളെല്ലാവരും ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിന് നേരെ തന്നെ വിരൽ ചൂണ്ടുന്നു. ഒന്ന് അതായത് എത്ര ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞത് എത്ര CPI വന്ന പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആരാ ഉള്ളത്? ഇടതുപക്ഷം മുന്നണി എന്ന് പറയേണ്ട ആവശ്യമില്ല. മുന്നണി ശിഥിലമാകുക, CPM മാത്രമല്ല മുന്നണി ശിഥിലമാകുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, CPMന് അതായത് പിണറായി വിജയൻ്റെ പിണറായി ലൈൻ, ഇവർ പറയുന്ന ലൈൻ എന്നുള്ള CPMൻ്റെ പിണറായി ലൈൻ പിന്തുടരുന്നവർക്ക് CPMൻ്റെ പുനരുദ്ധാരണമല്ല ആവശ്യം എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. അത് തെറ്റായിരിക്കാം, മണ്ടത്തരായിരിക്കാം, എൻ്റെ വികലമായ ഭാവനയായിരിക്കും. എന്നാൽ പോലും ഉള്ള CPMകാരെ കൊണ്ട് മൊത്തം അണികളാണേലും നേതാക്കന്മാരാണേലും കൊണ്ട് മോഡിക്ക് കച്ചവടം ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്തും മേടിക്കാനുള്ളത് മേടിച്ചും ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുകയും റിയാസിന് ഒരു പ്ലേസ്മെൻറ്റൂടെ ഒപ്പിക്കാൻ പറ്റുമെന്നാൽ ഇപ്പം രവി പിള്ളയുടെ കമ്പനി അവർക്ക് ജോലി കിട്ടിയില്ലേ, അറക്കാം. വീണ വിജയൻ അതുപോലെ മോഡി ആൻഡ് കമ്പനി അല്ലെ BJPയുടെ കമ്പനിയിൽ റിയാസിനോട് ഒരു ജോലി മേടിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം അങ്ങനെ നടത്താൻ മടിയില്ലല്ലോ. രവി പിള്ളയ്ക്ക് വേണ്ടി മറ്റൊരു കൊട്ടാരം എഴുതി കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കമ്പനിയും അക്കോമഡേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വന്നുവിട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഈ മാസപ്പടി വിവാദമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അത് വീണ വിജയനിലേക്ക് അന്വേഷണം വന്നു. വീണ വിജയനിൽ നിന്നും ആ അന്വേഷണം ഭർത്താവായ മുഹമ്മദ് റിയാസിലേക്ക് വന്നു. മുഹമ്മദ് റിയാസിൽ നിന്നും അതിൻ്റെ ഉറവിടമൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ അത് തീർക്കും. എങ്ങനെ അറിയാം, മുഹമ്മദ് റിയാസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ വേറെ ഏതെങ്കിലും ഉസ്മാൻ്റെ ിലേക്ക് പോകും. ഉസ്മാൻ പ്രധാന പ്രതി ശബരിമലയുടെ കൂട്ടത്തിൽ തന്നെ അവിടെ അങ്ങ് നിൽക്കും. പക്ഷേ ഒരു 85 ലക്ഷം രൂപയുടെ ഒരു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ചില നിർണായക തെളിവുകൾ EDയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു 20 കോടി രൂപ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയായ വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്? അത് ED ഫ്രീസ് ചെയ്ത് കിട്ടി. പണ്ട് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള രേഖകളെല്ലാം ED പിടിച്ചെടുത്തായിരുന്നു. ഒരു വളരെ വിലപ്പെട്ട രേഖകൾ, അന്ന് എല്ലാം വിലപ്പെട്ട രേഖകളെന്നാണ് പറയുന്നത്. ആ രേഖകൾക്ക് എന്നാ പറ്റി അവിടെ കൊണ്ട്? അത് സാറേ കുറച്ചുകൂടി നമുക്കൊന്ന് കടത്തി അപ്പുറത്തേക്ക് പോകാം. കാരണം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് സ്വപ്ന സുരേഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്കാണല്ലോ. അപ്പോൾ തീർച്ചയായും അതിനുശേഷം പിന്നെ എന്ത് നടപടി ഉണ്ടായെന്നുള്ളത് എൻ്റെയും സാറിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള സംശയം. പബ്ലിക് ഡൊമൈനിൽ വരാത്തടത്തോളം കാലം ഇപ്പം 85 ലക്ഷത്തിൻ്റെ വെറും 8,50,000 ആക്കാമല്ലോ. ഒരു 0 അത് അങ്ങനെ 8 ലക്ഷം ആയാലും 85 ലക്ഷം ആയാലും 85,000 ആയാലും 8 കോടി ആയാലും ഹവാല എന്നുള്ളത് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ. അത് ഹവാല അതിന്റെ വകുപ്പുകളൊക്കെ മോഡിഫൈ ചെയ്യാനും ഈ പൈസക്കൊക്കെ ന്യായമായ സോഴ്സ് ഉണ്ടാക്കാനും ഇത് ഇങ്ങനെ അല്ലെന്ന് പറയാമല്ലോ. ഇവർക്ക് പറയത്തില്ല, ഇവരുടെ അല്ലെന്ന് ഏത് സമയത്തും പറയത്തില്ലേ. ഇപ്പം നോട്ടിൽ മരം മുറിക്കാരൻ പറയാം, ഞങ്ങൾ ഇപ്പം ആ വന്ന പൈസക്ക് ഉടമസ്ഥനല്ല, അറിയാമോ എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല. ആ സ്റ്റൈൽ ഇവരെടുക്കും. അങ്ങനെയാണ് സ്ഥിതി. അപ്പം തീർച്ചയായും ഈ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അപ്രമാദിത്വം CPMൽ അസ്തമിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ തിരുവായ്ക്ക് എതിർവായില്ലാതെ വാക്കയും പൊത്തി നിന്നിരുന്ന ആളുകൾ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഓംബ്ര എന്നുള്ള പരിപാടി. എന്നാൽ ദേശാഭിമാനി ഒരിക്കലും വിശ്വസിക്കാറില്ല. പക്ഷെ ഇന്നത്തെ പത്രം കണ്ടപ്പോൾ 6 മാസം അല്ല സത്യസന്ധമായിട്ടാണ്. അല്ല, ദേശാഭിമാനി കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു, കള്ളം വിജയൻ. കള്ളം വിജയൻ. അതുകൂടാതെ 6 മാസം എന്ന് പറഞ്ഞാൽ എത്രയോ മാർക്കറ്റിലത് പറയായിരുന്നു. അനേക നാളുകളായി, അനേക മാസങ്ങളായി റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. പ്രശ്നമില്ല. ഇത് കറക്റ്റ് 6 മാസം എന്ന് പറയുമ്പോൾ ബാക്കി 3 മാസം പോയിട്ട് ബാക്കി 3 മാസം. ഞാനത് മനസ്സിലാക്കുന്നത് ദേശാഭിമാനി കുറച്ചുകൂടി ലഘൂകരിച്ച് പറഞ്ഞതായിരിക്കണം. 6 മാസത്തിൽ 6 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ പറയാറ്, സത്യം പറയണം, അങ്ങനെ പറയായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞില്ലല്ലോ അവര്. അല്ല, എന്നാൽ ഈ 6 മാസം ഒഴിവാക്കി അനേക മാസങ്ങളെന്ന് പറഞ്ഞാൽ പോരെ. തീർച്ചയായും ഇത് കറക്റ്റ് കൃത്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. 3 മാസം എവിടെയാണ്, 3 മാസം അപ്പുറയാണ്. അതിനു മുമ്പ് തന്നെ കേടാകാൻ അതിന് മുമ്പ് തന്നെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് രാജ്മോഹൻ സാറിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് മിക്കവാറും ഈ വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങളൊക്കെ ജനം വായിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ വായിച്ചറിഞ്ഞ വസ്തുതകൾ എത്രയും പിണറായി വിജയൻ എന്ന നേതാവിന് എതിരെ തന്നെയാണ്. CPIയും പ്രത്യക്ഷമായി ഇപ്പോൾ രംഗത്ത് വന്നതോടുകൂടി ഇനിയിപ്പോൾ ഈ CPMൻ്റെ വിശദീകരിച്ച സംസ്ഥാന സമിതി വരെ ആയിരിക്കും ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം നീണ്ടുപോകുക എന്ന് മനസ്സിലാക്കാം. അതുവരെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കും കാത്തിരിക്കാം.